ഹായ് ഡിയേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻ 2021 ഡേറ്റുകൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് 4 തവണയായിട്ടാണ് നടക്കുന്നത്. അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിട്ടാണ് നടക്കുക എന്ന് അനൗൺസ് ചെയ്തു. നമ്മൾ ഇതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. 4 times JEE എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമെന്ന്. അപ്പോൾ അത് തന്നെ വെബ്സൈറ്റിൽ വരികയുണ്ടായതാണ്. നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് ആയ jemain.nta.nic.in എന്ന വെബ്സൈറ്റിലായിരുന്നു വന്നിരുന്നത്. .nta.nic.in എന്ന വെബ്സൈറ്റിലായിരുന്നു വന്നിരുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചു കാണും. പക്ഷേ ഇവിടെയായിരുന്നു വന്നിരുന്നത്, ഈ ഒരു ഭാഗത്തായിരുന്നു അനൗൺസ്മെന്റ് വന്നിരുന്നത്. പക്ഷെ അത് NTA വിഡ്രോ ചെയ്തിട്ടുണ്ട്. NTA അത് വളരെ കുറഞ്ഞ സമയം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ലിങ്ക് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേക്ക് തന്നെ അത് വിഡ്രോ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളെ, ഡേറ്റുകൾ 4 തവണ, അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് 4 തവണ മെയിൻ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. സാധാരണ 2 തവണയായിരുന്നുള്ളത്. അപ്പം 4 തവണയായിട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നടക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ കിട്ടുന്ന ഏറ്റവും മികച്ച സ്കോർ തന്നെയായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് ഫസ്റ്റ് ഇതിൽ 250 മാർക്ക്, 200 മാർക്ക്, ഇങ്ങനെ ഏതാണോ ബെസ്റ്റ് വൺ, ഏതാണോ ബെസ്റ്റ് സ്കോർ, അതാണ് സാധാരണ കേസിൽ സെലക്ട് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സിന് 20 ക്വസ്റ്റ്യൻസ് വീതമാണ് കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സിലബസിലുള്ള ക്വസ്റ്റ്യൻസിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് മാത്സ് 20 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രി 20 ക്വസ്റ്റ്യൻസ്, ഫിസിക്സ് 20 ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കമ്പൽസറി പാർട്ടാണ്. A പാർട്ട് എന്ന് പറയും. കമ്പൽസറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് കമ്പൽസറി ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ബി പാർട്ടിൽ പറയുന്നത്, ബി പാർട്ടിൽ വരുന്നത് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബി പാർട്ടിൽ വരുന്ന ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. മാത്സിന് 10 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിക്ക് 10 ക്വസ്റ്റ്യൻസ്, ഫിസിക്സിന് 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരുന്നത്. ഇതിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻ നമുക്ക് തരുന്നതായിരിക്കും. അതിൽ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതിയാകും. 10 ക്വസ്റ്റ്യൻസ് ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടി ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നാൽ ചോയ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ന്യൂമറിക്കൽ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻസ് വീതം മൊത്തത്തിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. ഇപ്പം ഇതിൽ 60 ക്വസ്റ്റ്യൻസുമാണ് ആൻസർ ചെയ്യേണ്ടത്. ടോട്ടൽ 75 ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ 75 × 4 മാർക്സ് ആണ് നമ്മുടെ ടോട്ടൽ നീറ്റ് മെയിൻ്റെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 × 4 = 300 മാർക്സ് ആണ് കുട്ടികളെ സ്കോർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഇതായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ള PDF ഫയലാണ് ഉണ്ടായിരുന്നത്. അത് വിഡ്രോ ചെയ്തതാണ്. അപ്പം മാത്സ്, കെമിസ്ട്രി, ഫിസിക്സിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് 20 ക്വസ്റ്റ്യൻസ് വീതവും, അത് എല്ലാം കമ്പൽസറി ക്വസ്റ്റ്യൻസും. ബി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് വീതം. അതിൽ 5 ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ചെയ്താൽ മതിയാകും. ബാക്കി ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യനിലെ പാറ്റേണിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ സിലബസിനെ കുറിച്ചും വന്നിട്ടില്ല, പക്ഷെ അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. അത് അതിൽ അപ്ഡേറ്റ്സ് ആവുന്നതായിരിക്കും. ഇതെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന വെബ്സൈറ്റ് അഡ്രസ് jemain.nta.nic.in എന്നാണ്. പക്ഷെ അതിൻ്റെ ലിങ്ക് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ടൈംസ് നൗവിൽ വന്നിരിക്കുന്ന ന്യൂസ് ആണ് നമ്മൾ പറയുന്നത്. JEE Main 21 NTA റിലീസ് ദെൻ റിമൂവ്സ് ഫെബ്രുവരി എക്സാം നോട്ടിഫിക്കേഷൻ ഫ്രം JEE Main NTA.nic.in എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു വന്നിരിക്കുന്ന ഷെഡ്യൂളിലേക്ക് നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ്. അപ്പം ഇത് അപ്ഡേറ്റ്സ് ആവുന്നതായിരിക്കും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു JEE Main NTA.nic.in എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ നോക്കേണ്ടത്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാകും. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്സ് ഇതായിരുന്നു. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ ഫെബ്രുവരി എക്സാമിനേഷൻ്റെ ഓൺലൈൻ തന്നെയാണ്. അത് ഡിസംബർ 15 മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുമെന്നുള്ള ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഡേറ്റിൽ മാറ്റം ഉണ്ടാവും. NTA വെബ്സൈറ്റിൽ നിന്ന് അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം വെബ്സൈറ്റിൽ വന്നിരുന്ന ഡേറ്റ് ഇതായിരുന്നു, ഡിസംബർ 15 അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം JEE എക്സാമിനേഷൻ ജനുവരി 15 വരെ നമുക്ക് ടൈമുണ്ട്. അതിന് ലാസ്റ്റ് ഡേറ്റ് അതാണ്.
അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 16 തീയതിയാണ്. അപ്പം ഇതാണ് ഡേറ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വന്നിരുന്നത്. സോ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ തന്നെയാണ്, ഓൺലൈനായിട്ട് തന്നെയാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ 4 times ആയിട്ടാണ് JEE മെയിൻ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 സൈക്കിൾസ് ആയിട്ടാണ് നമുക്ക് JEE മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത്. ഫെബ്രുവരി 1, മാർച്ച്, ഏപ്രിൽ, മെയ്യിലാണ് എക്സാമിനേഷൻസ് നടക്കുന്നത്. ഡേറ്റുകൾ അപ്ഡേറ്റ്സുകൾ വരുന്നതായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന് ഇങ്ങനെ ഇവിടെ ഒരു ഇൻഫോർമേഷൻ ബ്രോഷറിലായിരുന്നു നമ്മുടെ ഈ ഒരു PDF വന്നിരുന്നത്. ഡേറ്റും എല്ലാ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. അപ്പം നാളെ തന്നെ നമുക്കത് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കുകയാണ്. സോ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് JEE 2021 ബന്ധപ്പെട്ടുള്ള എല്ലാം നമ്മുടെ വീഡിയോയിലൂടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.